യെശയ്യാവിൻ്റെ പ്രവചനം 43:1. ഇപ്പോഴോ യാക്കോബേ, നിന്നെ സൃഷ്ടിച്ചവനും ഇസ്രായേലേ, നിന്നെ നിർമ്മിച്ചവനുമായ യഹോവ ഇപ്രകാരം അരുളിച്ചെയ്യുന്നു: ഭയപ്പെടേണ്ട, ഞാൻ നിന്നെ വീണ്ടെടുത്തിരിക്കുന്നു, ഞാൻ നിന്നെ പേർ ചൊല്ലി വിളിച്ചിരിക്കുന്നു, നീ എനിക്കുള്ളവൻ തന്നെ. ഒരു പിതാവ് തൻ്റെ കുഞ്ഞിനോട് പേടിക്കേണ്ട എന്ന് പറയുമ്പോൾ ആ കുഞ്ഞിനുണ്ടാകുന്ന ധൈര്യവും ആത്മവിശ്വാസവും വലുതാണ്. മറ്റേതൊരാളെക്കാളും തൻ്റെ പിതാവിനെ ആ കുഞ്ഞ് വിശ്വസിക്കുകയും ആശ്രയിക്കുകയും ചെയ്യുന്നു. തനിക്ക് ആവശ്യമുള്ളതെല്ലാം തരാൻ തൻ്റെ പിതാവ് കഴിവുള്ളവനാണെന്ന് ആ കുഞ്ഞ് ചിന്തിക്കുന്നു. ലോകത്തിലെ ഏത് വലിയ പ്രതികൂലത്തിൽ നിന്നും തന്നെ രക്ഷിക്കാൻ പിതാവിന് കഴിവുണ്ടെന്ന് ആ കുഞ്ഞ് കരുതുന്നു. കുഞ്ഞിൻ്റെ ചിന്ത ശരിയായിരിക്കണമെന്നില്ല, എന്നാൽ സ്വന്തം പിതാവിനെ കുഞ്ഞ് കാണുന്നത് തൻ്റെ സംരക്ഷകനായാണ്. ദൈവം നമ്മുടെ ആത്മീയ പിതാവാണ്. ലോകത്തിലെ ഒരു മനുഷ്യനെപ്പോലെ അല്ല, സർവശക്തനാണ് നമ്മുടെ പിതാവായ ദൈവം. ഈ പ്രപഞ്ചത്തെ ഉരുവാക്കിയതും നമ്മെ സൃഷ്ടിച്ചതും ഈ പിതാവാണ്. ആ യാഥാർത്ഥ്യത്തെ ഒന്നുകൂടെ ഓർമ്മിപ്പിച്ചാണ് ദൈവം അവിടുത്തെ വാഗ്ദത്തം ആവർത്തിച്ച് ഉണർത്തുന്നത്. ഇസ്രായേൽ ജനതയുടെ ചരിത്രത്തിൽ എത്രയോ പ്രതിസന്ധികളാണ് ഉണ്ടായിട്ടുള്ളത്. അവരെ ഭൂമുഖത്തുനിന്ന് തുടച്ചു മാറ്റുമെന്ന് ശപഥം ചെയ്തവർ ചെറിയവരല്ല. അവരെ വേട്ടയാടിയവർ നിസ്സാരക്കാരല്ല. എന്തിനും പോന്ന ചക്രവർത്തിമാരും സാമ്രാജ്യങ്ങളും വളരെ നിസ്സാരരായി കണ്ട് തുടച്ചു നീക്കാൻ അരയും തലയും മുറുക്കി ഇറങ്ങി പുട്ടപ്പെട്ടിട്ടുണ്ട്. എന്നിട്ടും ദൈവം ഓരോരോ സമയത്തും അവരെ വീണ്ടെടുത്തു. എന്നിട്ട് അവരെ ഓർമ്മിപ്പിക്കുകയാണ്: നിങ്ങൾ ഭയപ്പെടേണ്ട. ലോകത്തിൽ നാം ഒരു വിധത്തിലും ശ്രദ്ധിക്കപ്പെടാത്തവരോ ഒരു ശക്തിയും പ്രാധാന്യവും ഇല്ലാത്തവരോ ആയാലും ദൈവം നമ്മെ പേർ ചൊല്ലി വിളിച്ചിരിക്കുന്നു. ദൈവത്തിന് നമ്മുടെ പേർ അറിയാം എന്നത് തന്നെ എത്ര മഹാകാര്യമാണ്. മാത്രവുമല്ല, അവിടുന്ന് നമ്മോട് പറയുന്നു: നീ എനിക്കുള്ളവനാണ്. ദൈവത്തിനുള്ളവനെങ്കിൽ ആർക്ക് ആ വ്യക്തിയെ തൊടാനാകും? ഞാൻ യേശുവിൻ്റെ സ്വന്തമാകിയാൽ അവിടുത്തെ കരത്തിൽ പൂർണ്ണമായും സുരക്ഷിതമാണ്. എൻ്റെ ഭാവിയെല്ലാം അവിടുത്തെ കൈകളിൽ ഭദ്രമാണ്. ആകയാൽ ധൈര്യത്തോടെ ജീവിക്കുക. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.